മക്കളിൽ ബറക്കത്തുണ്ടാവാൻ ചെയ്യേണ്ട കാര്യങ്ങൾ 4 എണ്ണമാണ്. മക്കളിൽ ബറക്കത്തുണ്ടാവാൻ ഒന്നാമത് എന്തിനാണ് കുട്ടി എന്ന ഉദ്ദേശം ക്ലിയർ ആവണം. എന്തിനാ കുട്ടി? നമ്മളോട് ഒരാള് ചോദിച്ചു, എന്തിനാ എനിക്ക് കുട്ടി എന്ന് ചോദിച്ചു. നമ്മളെന്താ പറയാ? വയസ്സാകുമ്പോൾ നോക്കാനെന്നാ പറയാ. സാധാരണഗതിയിൽ അങ്ങനെയല്ല പറയാ. വയസ്സാകുമ്പോൾ നോക്കാൻ കുട്ടിയൊന്നും വേണ്ട. കീശയിൽ കായുണ്ടെങ്കിൽ ഒരു നേഴ്സിനെ വെച്ചാൽ അവനാൻ്റെ മക്കൾ നോക്കണേനേക്കാൾ ഉഷാറായിട്ട് നോക്കും. മക്കൾ നോക്കിയാൽ കണ്ണ് തെറ്റിയാൽ മറവക്ക് പോയിട്ട് മോളെ കെട്ടിച്ചോടത്തേക്ക് വിളിക്കും. ബാപ്പുട്ടിക്ക് ഒഴിവുണ്ടോ വാപ്പാൻ്റെ അടുത്തൊന്ന് വന്ന് നിൽക്കാൻ? എത്രയേച്ചിട്ടപ്പം മനുഷ്യൻ നിൽക്കുന്നത്? അത്യാവശ്യം ഒരു വൈക്ക് പോകാണ്ടായിരുന്നു എന്ന് പറയും. ശമ്പളത്തിന് ഒരാളെ വെച്ചാൽ അങ്ങനെ എന്തായാലും പറയില്ല. വയസ്സാകുമ്പോൾ നോക്കാനൊന്നും കുട്ടിനെ വേണ്ട. അല്ലെങ്കിലും ചെറുപ്പത്തിൽ നോക്കിയ അള്ളാഹു തആലാക്ക് നമ്മളെ വയസ്സാകുമ്പോൾ നോക്കാൻ ഒരു പണിയില്ല. അത് ഒന്ന് നോക്കിക്കോളും. എന്തിനാ കുട്ടി? കുറേ സ്വത്തും മുതലൊക്കെ അല്ലേ, അതിനൊരു അനന്തരാവകാശമാണല്ലോ എന്നാണ് പിന്നെ തോന്നുക. അതും വേണ്ട. കുറേ സ്വത്തും മുതലൊക്കെ ഉണ്ടായിരുന്നു എന്ന് വിചാരിക്കുക. അനന്തരാവകാശം ഒന്നും ഉണ്ടായില്ല. നമ്മൾ മരിച്ചപ്പോൾ അതൊക്കെ കൂടിയും ഗവൺമെൻറ്റിക്ക് വില്ലേജ് ഓഫീസർ വന്നിട്ട് ഗവൺമെൻറ്റിക്ക് കണ്ടു കെട്ടിയാൽ ഖബർ കിടക്കുമ്പോൾ മുൻകർ നക്കീർ വന്നിട്ട് ആടാ ഇഞ്ച് കുറേ പൈസ ഉണ്ടാക്കിയാണ്ട് ഗവൺമെൻറ് കൊടുത്തു പോകുന്നിക്കാന്ന് ചോദിച്ചാൽ അടി കിട്ടുമോ? ഇല്ല. ചിലപ്പോൾ അതോടെ മക്കൾക്ക് ഒഴിവാക്കിയിട്ട് കൊടുത്തിട്ട് ഓല് കുരുത്തക്കടി കാട്ടിയാലേ ചിലപ്പോൾ അടി കിട്ടുക. അനന്തരാവകാശമാണെന്നൊന്നുമില്ല. അമ്പിയാക്കൾക്കൊന്നും അനന്തരാവകാശികളില്ലല്ലോ. നഹ്നു മഅശറൽ അംബിയാ ഇലാ നൂറസു ഹബീബുനാ റസൂലുള്ളാഹി. ഞങ്ങൾ അമ്പിയാക്കളുടെ സമൂഹം സ്വത്തിൽ അനന്തരമില്ലാത്തവരാണെന്ന് അഷ്റഫുൽ വറ സല്ലല്ലാഹു അലൈഹി വആലിഹി വസഹ്ബിഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. അനന്തരാവകാശമാണെങ്കിൽ അമ്പിയാക്കൾക്കല്ല ആദ്യം വേണ്ടത്. അതൊന്നും വേണ്ട. ഉണ്ടെങ്കിൽ പോലും എടുത്തോട്ടെ, നല്ലത് തന്നെയാണ്. വേണ്ടെന്നല്ല ഈ പറഞ്ഞത്. ഉണ്ടെങ്കിൽ എടുത്തോട്ടെ. ഉണ്ടാക്കും വേണം കേട്ടോ, ഒക്കെ വേണ്ട തന്നെയാണ്. പക്ഷെ ഉദ്ദേശം അതൊന്നല്ല. പിന്നെന്തിനാ കുട്ടി? കുട്ടികളെ കൊണ്ടൊരാവശ്യം ഉണ്ടാകും. എന്താ നിങ്ങൾ നാളെ അങ്ങനെ മഹ്ശറെ ചെന്നിട്ട് ഇങ്ങനെ നോക്കുമ്പോൾ ഹിസാബൊക്കെ കൊണ്ട് കഴിഞ്ഞാലേ 120 വരികളിലായി മനുഷ്യന്മാർ സ്വർഗത്തേക്ക് ഇങ്ങനെ നിൽക്കും. അതിൽ 90 വരി മുഹമ്മദ് നബിയുടെ ഉമ്മത്തായിരിക്കും. അതിലൊരു 4 എണ്ണം ഞമ്മൾതില്ലെങ്കിൽ എന്തിനാ പറ്റുക? അതിനാ കുട്ടി. മുഹമ്മദ് നബിയെ മുന്നിൽ വെച്ചാലല്ലാതെ മക്കളിൽ ബറക്കത്തുണ്ടാവൂല സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതന്നെ സംഗതി. കുട്ടി എന്തിനാന്നുള്ള എൻ്റെ ഉത്തരം ക്ലിയർ ആയിരിക്കണം. അതിനെന്നെയാണ് കല്യാണവും, അതിനെന്നെയാണ് പെണ്ണുങ്ങളെ തീറ്റിപ്പോറ്റുന്നതും, അതിനെന്നെയാണ് മക്കൾ ഉണ്ടാവുന്നതും. 120 വരികളിലായി സ്വർഗത്തിലേക്ക് വരി നിൽക്കുമ്പോൾ 90 വരി എൻ്റെ ഉമ്മത്തായിരിക്കുമെന്ന് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വർഗത്തിലേക്ക് വരി നിൽക്കുന്ന കൂട്ടത്തിൽ നമ്മളെ വക സംഭാവനയായി ഒരു 4 എണ്ണം ഉണ്ടാവാൻ വേണ്ടിയിട്ട് എന്ന് നിയ്യത്ത് ചെയ്യണം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഏതൊരു വിഷയത്തിൻ്റെ മുന്നിൽ വെച്ചാലും അതാണ് ഏറ്റവും ലോകത്തെ ഏറ്റവും ബറക്കത്തുള്ള മനുഷ്യൻ മുഹമ്മദ് നബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത്രയും വലിയ ഇസ്ലാം ദീൻ പ്രബോധനം ചെയ്യാൻ ആകെ ആവശ്യമായി വന്നത് 23 വർഷമാണ്. ഏതൊരു മനുഷ്യനെ എന്തൊരു ഡ്യൂട്ടി ഏൽപ്പിച്ചാലും സമയം കഴിയുന്നതിന് മുമ്പ് ഡ്യൂട്ടി കഴിയില്ല. സമയം കിട്ടിയില്ല അറിയും. സമയം കഴിയുന്നതിന് മുമ്പ് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് വിശ്രമിച്ച് രാത്രി പുറത്തിറങ്ങിയിട്ട് നക്ഷത്രത്തെ നോക്കിയിട്ട് റബ്ബനാ മാ ഖലഖ്ത ഹാദാ ബാതിലാ സുബ്ഹാനക ഫഖിനാ അദാബന്നാർ എന്നിങ്ങനെ നബി തങ്ങൾ പറയുമായിരുന്നു എന്നാണ്. അപ്പോൾ സമയം കഴിയുന്നതിന് മുമ്പ് ഡ്യൂട്ടി കഴിഞ്ഞ് വിശ്രമിച്ച ആളാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ലോകത്തെ ഏറ്റവും ബറക്കത്തുള്ള മനുഷ്യൻ മുഹമ്മദ് നബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അതുകൊണ്ട് നബിതങ്ങളെ മുമ്പിൽ വെക്കണം. അപ്പോൾ വിവാഹത്തിൻ്റെ നിയ്യത്ത് നബിതങ്ങളായിരിക്കണം. അപ്പോൾ എന്തിനാ നമുക്കൊരു ആൺകുട്ടി? നാളെ ഒരു സ്ഥലത്തൊരു പരിപാടിക്ക് വന്നപ്പോൾ ഉസ്താദ് ഒരു ആൺകുട്ടി ഉണ്ടാകാൻ വേണ്ടി ദുആ പറഞ്ഞു. എന്തിനാ ഒരു ആൺകുട്ടി എന്നുള്ള ചോദ്യത്തിന് ഉത്തരം കറക്റ്റായിരിക്കണം. എന്തിനാ? മുതലിനെ അനന്തരെടുക്കാനല്ല, അതിൻ്റെ ആവശ്യമില്ല. വയസ്സാവുമ്പോൾ നോക്കാനല്ല, അതിൻ്റെ ആവശ്യമില്ല. പിന്നെന്തിനാ ആൺകുട്ടി? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിൻ്റെ വർധനവിന് വേണ്ടി എനിക്കൊരാൺകുട്ടി. അതാണ് ആൺകുട്ടി. നിയ്യത്ത് കറക്റ്റാണോ? നൽകുന്നവൻ്റെയും വാങ്ങുന്നവൻ്റെയും ലക്ഷ്യം ഒന്നാണെങ്കിൽ തന്നിരിക്കും. ഉറപ്പല്ലേ തരുന്നുള്ളത്?
ഒരാൾ പള്ളിപ്പണി എവിടെയുണ്ടെങ്കിൽ കൊടുക്കായിരുന്നു എന്ന് എഴുതിങ്ങാണ്ട് ഒരു 10,000 റുപ്യ ഇങ്ങനെ കയ്യിൽ പിടിച്ച് നടക്കുകയാണ്. അയാളോട് വിശ്വസ്തനായ ഒരാൾ ചെന്നിട്ട് പള്ളിപ്പണിക്ക് എന്തെങ്കിലും തരുമെന്ന് ചോദിച്ചാൽ അപ്പെടുത്തു കൊടുക്കൂലേ? നൽകുന്നവന്റെ ഉദ്ദേശവും വാങ്ങുന്നവന്റെ ഉദ്ദേശവും ഒന്നായാൽ ഉടനെ ലഭിച്ചിരിക്കും. അതുകൊണ്ട് ഒന്ന് നിയ്യത്ത് കറക്റ്റ് ചെയ്യണം. രണ്ടാമത്തെ ഒരു കാര്യം, മക്കളിൽ ബറക്കത്തുണ്ടാവാൻ രണ്ടാമത്തെ കാര്യം നല്ല ഒരു പേരിടണം എന്നതാണ്. പേര് ബറക്കത്തിന്റെ അടയാളാണ്. പേര് ബറക്കത്തിന്റെ വലിയ അടയാളാണ്. വലിയൊരു ഹോട്ടൽ ഉണ്ടാക്കിയിട്ട് നാളെ ഒരാൾ തട്ടുകട എന്ന് പേരിട്ടു. കൂരുത്തകട് എന്നല്ല, എന്താപ്പതിന് പറയാ. അവനെ കൊണ്ട് കഴിയുമ്പോൾ ഒരു തട്ടുകട ഉണ്ടാക്കിയാണ്ട് വലിയ പേരിട്ടിക്കണമെങ്കിൽ തിരക്കേണ്ടായിരുന്നില്ല. പേരൊരിക്കലും ചെറുതാക്കി ഇടാൻ പറ്റൂല. അതന്നെ. നാളെ ഇപ്പോൾ ഒരാൾ എന്നോട് ഒരു ആൺകുട്ടി ഉണ്ടാകാൻ എന്താ ചെയ്യാന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു കൊടുത്തൊരു പണി എന്താ വെച്ചാൽ, എനിക്കൊരാൺകുട്ടി ഉണ്ടായാൽ മുഹമ്മദ് എന്ന് പേരിടും എന്ന് നീർച്ചയാക്കാൻ പറഞ്ഞു. അതിൻ്റെ കൂടെ വിളിക്കാൻ എന്തെങ്കിലും കൂട്ടിയിടുന്നതിന് കുഴപ്പമൊന്നുമില്ല, ഒറിജിനൽ മുഹമ്മദ് എന്നായാൽ മതി എന്നിടാൻ പറഞ്ഞു. നല്ല കാര്യമാണത്. നൽകുന്നവൻ്റെ ഉദ്ദേശവും വാങ്ങുന്നവൻ്റെ ഉദ്ദേശവും ഒന്നാവും. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എന്തെങ്കിലും ഒരു വിഷയത്തിന് മുമ്പ് വെച്ചാൽ നടക്കും, ഉറപ്പാണ്. ലോകത്ത് എന്തെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ അത് നബി തങ്ങളെ മുമ്പിൽ വെച്ചുകൊണ്ട് മാത്രമേ നടന്നിട്ടുള്ളൂ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് മക്കളിൽ ബർക്കത്തുണ്ടാവാൻ ഒന്നാമത്തത് ലക്ഷ്യം കറക്റ്റായിരിക്കണം. രണ്ടാമത്തേത് നല്ല പേരിടണം. പേരിനനുസരിച്ചാണ് ബർക്കത്തുണ്ടാവുക. ഇപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ പേരായിക്കോട്ടെ എൻ്റെ കുട്ടിക്ക് എന്ന് എഴുതിങ്ങാണ്ട് ഒരാൾ അബൂബക്കർ എന്ന് പേരിട്ടു എന്ന് വിചാരിക്കുക. ഏറ്റവും ചുരുങ്ങിയത് ജോയിന്റ് സെക്രട്ടറി എങ്കിലും ആവും. നിങ്ങളെന്തിനാ ചിരിച്ചതെന്ന് എനിക്കറിയാം, നിങ്ങളെന്തിനാ ചിരിച്ചതെന്നൊക്കെ എനിക്കറിയാം. ഏറ്റവും ചുരുങ്ങിയത് ജോയിന്റ് സെക്രട്ടറി ആവും. ജനറൽ സെക്രട്ടറി ആയില്ല എന്ന് വിചാരിക്കുക, പ്രസിഡന്റും ആയില്ല. ഏറ്റവും ചുരുങ്ങിയത് ജോയിന്റ് സെക്രട്ടറി അല്ലെങ്കിൽ വൈസ് പ്രസിഡന്റ്. ഓർമ്മത്താലോ, പേര് വലിയ പ്രധാനപ്പെട്ട ഘടകമാണ്. മുമ്പൊക്കെ നമ്മളിങ്ങനെ ഒരു നാട് പരിശോധിച്ചാൽ ഒരു 10 പേരാണ്ട് തിരഞ്ഞാൽ ഒരാളെ പേര് മുഹിയുദ്ദീൻ ഉണ്ടാവും, അല്ലെങ്കിൽ മൊയ്തുണ്ടാവും, കുഞ്ഞീദീൻ ഉണ്ടാവും, മീദീൻ കുട്ടി ഉണ്ടാവും. ഒക്കെ അസലൊന്നാണ്. അത് നമ്മളെ പഴയ ആൾക്കാർ കുറച്ചൊരു മലയാളം കൂട്ടിയിട്ടിട്ടപ്പോൾ അങ്ങനെ ആയതാണ്. അതിന് കുഴപ്പമൊന്നുമില്ല. സംഗതി അസല് മുഹിയുദ്ദീനാണ്. ഒരു 10 പേരാ മുഹിയുദ്ദീൻ ഷെയ്ഖിൻ്റെ പേര്. പേരുകൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. അതിനിപ്പോൾ കുട്ടികൾക്ക് പേരിനോടത്ത് മാത്രമല്ല, സൂപ്പർ മാർക്കറ്റിന് പേരിടുമ്പോഴും പ്രധാനം തന്നെയാണ് പേര്. ഹോട്ടലിന് പേരിടുമ്പോഴും പ്രധാനമാണ്, കമ്പനിക്ക് പേരിടുമ്പോഴും പ്രധാനമാണ്. ഒരു മനുഷ്യനെ കണ്ടാൽ ആദ്യം ചോദിക്കുക എന്താ എൻ്റെ പേര് എന്നാണ്. പേരപ്പം ഉദ്ദേശത്തിനനുസരിച്ചുള്ള പേരുണ്ടായിരിക്കണം. ഉദ്ദേശം സിറാത്ത് വാലം കിടക്കുമ്പോൾ കയ്യമ്മ പിടിക്കണം എന്നാണ്. പേരതിനനുസരിച്ചല്ലെങ്കിൽ സംഗതി നടക്കൂല. ഉദ്ദേശം ഹാഫിളാക്കണം എന്നാണ്. പേരതിനനുസരിച്ചില്ലെങ്കിൽ സംഗതി നടക്കൂല. ഹാഫിളാക്കണമെങ്കിൽ അതിനനുസരിച്ച പേര്, ആലിമാക്കണമെങ്കിൽ അതിനനുസരിച്ച പേര്. പേര് വളരെ പ്രധാനമാണ്. അപ്പോൾ ഒന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മനസ്സിൽ വിചാരിക്കണം. 2 നല്ല പേരിടണം. മൂന്നാമത്തേത് ഹലാലും തൊയ്യുമായ ഭക്ഷണം കഴിക്കാൻ കൊടുക്കണം.